നമസ്കാരം. സാമ്പത്തിക കാര്യങ്ങൾ ഒരുപാട് സങ്കീർണമാണെന്ന് ചിന്തിച്ചിരിക്കുകയാണോ നിങ്ങൾ? ഇന്നത്തെ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടുകളും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും സെപ്സ് എത്രത്തോളം ലളിതവും ശക്തവുമാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരുപാട് പേർക്ക് ഒരുമിച്ച് പണം നിക്ഷേപിച്ച് അത് ഒരു പ്രൊഫഷണൽ ടീമിനെക്കൊണ്ട് ഓഹരികളിലോ കടപ്പത്രങ്ങളിലോ സ്വർണത്തിലോ ഒക്കെ നിക്ഷേപിപ്പിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുമ്പോൾ റിസ്ക് കൂടുതലാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യുന്നത് നിങ്ങളുടെ പണം പല കമ്പനികളിലായി നിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് ഒരു കമ്പനിക്ക് നഷ്ടം വന്നാലും മൊത്തം നിക്ഷേപത്തിന് വലിയ കുഴപ്പം വരില്ല. ഇതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സൈപ്പ് എന്നാൽ എന്ത്? സെപ് എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. പേര് കേട്ടു പേടിക്കേണ്ട, വളരെ എളുപ്പമാണ്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക, ഒരുപക്ഷേ 500 രൂപയോ 1000 രൂപയോ നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു തീയതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത്. ഇത് നമ്മുടെ ബാങ്ക് പോലെയാണ്, പക്ഷേ കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ കഥ പറയാം. പണ്ട് രാമു എന്നു പേരുള്ള ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആകെ ഒരു വിത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിത്ത് ഒരു വലിയ മരമായി ഒരുപാട് ഫലങ്ങൾ നൽകുമെന്ന് രാമു സ്വപ്നം കണ്ടു. പക്ഷേ അയാൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു, ആ വിത്ത് നശിച്ചു പോയാലോ എന്ന്. അതേസമയം ഗ്രാമത്തിലെ ബുദ്ധിമാനായ സോനു തന്റെ കയ്യിലുള്ള വിത്തുകൾ എല്ലാം കൂടി ഒരിടത്ത് മാത്രം നടാതെ പല സ്ഥലങ്ങളിലായി നട്ടു. ചില വിത്തുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ബാക്കിയുള്ളവ വളർന്ന് ഫലം നൽകുമല്ലോ എന്ന് സോമുവിന് അറിയാമായിരുന്നു. മ്യൂച്വൽ ഫണ്ടുകളും സെപിയും ഇതുപോലെയാണ്. നമ്മുടെ പണം ഒരു സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കാതെ പല നല്ല കമ്പനികളിലും വിവിധ മേഖലകളിലുമായി നിക്ഷേപിച്ച് റിസ്ക് കുറയ്ക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ സഹായിക്കുന്നു. എല്ലാ മാസവും കുറച്ച് പണം നിക്ഷേപിച്ച് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള വിത്തുകൾ നമ്മൾ ഓരോരുത്തരും നടുകയാണ് സെപ് വഴി ചെയ്യുന്നത്. സെപ്ക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ യൂണിറ്റുകളും താഴേക്ക് വരുമ്പോൾ കൂടുതൽ യൂണിറ്റുകളും നമുക്ക് ലഭിക്കുന്നു. ദീർഘകാലയളവിൽ ഇത് നമ്മുടെ ശരാശരി നിക്ഷേപ ചെലവ് കുറയ്ക്കുകയും കൂടുതൽ ലാഭമുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാ മാസവും കൃത്യമായി നിക്ഷേപിക്കുന്നത് ഒരു അച്ചടക്കം വളർത്താനും സഹായിക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളും സെപിയും സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന മികച്ച വഴികളാണ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണെന്ന് വിലയിരുത്തി ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകളിലൂടെയോ നിങ്ങൾക്ക് ഇന്നു തന്നെ ഈ നിക്ഷേപ യാത്ര ആരംഭിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി കമന്റ് ചെയ്യുക. നന്ദി.